ഇന്ന് ലാസ്റ്റ് ഷോപ്പിംഗിൽ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെഡ്പത് ബൈ അനു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. സാധാരണ വാങ്ങിക്കാറുള്ള സാധനങ്ങളിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. തൃശ്ശൂർ പോയി ഞാൻ അപ്പം എജുമായിട്ട് പോയി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. മെയിനായിട്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്സ് കാണുമ്പോൾ അതാണ് വാങ്ങിക്കാൻ തോന്നാറ്. പക്ഷേ ഓൾറെഡി ഒരു ലൈബ്രറി തുടങ്ങാനുള്ള ബുക്ക് ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചുള്ള കാരണം അത് വാങ്ങിക്കാൻ സമ്മതിക്കില്ല. കുറേ ബുക്ക് വാങ്ങിച്ചു വെക്കുന്നിട്ട് അതിന് പകുതി മാത്രം വായിക്കും. പകുതി വായിച്ച് തീരുമ്പോഴേക്കും വേറെ പുതിയ ബുക്കുകളും വാങ്ങിക്കും. ഇതിപ്പോ എന്റെ വീട്ടിലത്തെ സ്ഥിരം കലാപരിപാടി ആയിട്ടുണ്ട്. പിന്നെ ഈ ഐറ്റംസ് മാത്രമല്ല കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സ്നാക്സ്, ചോക്ലേറ്റ്സ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ആ ആന്റിയുടെ ഉണ്ണികൾക്ക് കൊടുത്തയച്ചു. കുറേ വീഡിയോസിൽ കണ്ടിട്ടാണ് കേട്ടോ ജിമാട്ടിക്ക് ഞാൻ പോകാൻ തുടങ്ങിയത്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടുന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ബ്രഷ് കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായി തോന്നി. എന്റെ കയ്യിൽ ഇല്ലാത്ത ബ്രഷ് അപ്പൊ അതെടുത്തു. ഈ മീറ്റിംഗ് പാഡ് എന്താ ഇത്ര അധികം എടുത്തിരിക്കണം എന്നുള്ള ചോദ്യം വേണ്ട. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. എപ്പോൾ പോയാലും ഇത് എടുക്കാറുണ്ട്. മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. ഇതിനാണെങ്കിൽ വലിയ വിലയും വരുന്നില്ല, ഭയങ്കര ചീപ്പുമാണ്. ഇനി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ആകെ 3-4 ഇത് എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ലൈൻ ഇട്ടതും എടുത്തിട്ടുണ്ട്, ലൈൻ ഇടാത്തതും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പേജസ് ഉള്ളെങ്കിലും അടിപൊളിയാണ്. ആ പ്രൈസിന് ഇത് ഭയങ്കര വെർത്താണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ക്യൂട്ട് സാധനമാണ് കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഓൾമോസ്റ്റ് നമ്മൾ 1K ആവാറായിട്ടുണ്ട്. 1K ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗീവ് അവേയും കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗീവ് അവേയിൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് മാത്രമല്ല വേറെയും സാധനങ്ങൾ വരും. ഇത് കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ട് എടുത്തു. കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു 5 പേർക്ക് ഗീവ് അവേ വെക്കുമെന്നൊക്കെ. അപ്പൊ തോന്നി 1K ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 പേർക്ക് ഗീവ് അവേ കൊടുക്കാന്ന്. ഈ 5 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഗിഫ്റ്റുകളായിരിക്കും ഉണ്ടാവുക. എന്തായാലും 1K ആവട്ടെ, ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഒരു ലിസ്റ്റിലില്ലാത്ത ഐറ്റം ആയിരുന്നു കേട്ടോ ഈ ക്ലേ. പക്ഷെ കണ്ടപ്പോൾ അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അപ്പൊ അതിനെ എടുത്തു. ഇനിയിപ്പോൾ ആ ക്ലേക്ക് വിഷമമായാലോ ഞാനറ്റ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ. ഈ ക്ലേ എടുത്തത് കൊണ്ട് തന്നെ കുറെ ക്ലേ ക്രാഫ്റ്റുകൾ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ മുൻകൂട്ടി പറയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പൊ ക്ലേ വെച്ച ക്രാഫ്റ്റുകൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു മാസ്കിൻ ടൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വില ഇതിൽ കാണാനില്ല, ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേണോ വേണ്ടേ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ സ്റ്റിക്കി നോട്ടിൻ്റെത്. ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഞാൻ ഈ ഫിസിക്സത്തെ പ്രോബ്ലംസ് ഒക്കെ വൈറ്റ് ബോർഡിലാണ് കേട്ടോ എഴുതി പഠിക്കുക. അപ്പോൾ വൈറ്റ് ബോർഡ് ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇതിന്റെ ക്യാപ്പ് മിസ്സായി പോയി. ഇതിന്റെ കൂടെ വൈറ്റ് ബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ട് 2 പെന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൂ കളറും ബ്ലാക്ക് കളറും കൊണ്ട് എഴുതി മടുത്തു. അപ്പൊ പിന്നെ ഒരു ചേഞ്ച് ആവാലോ. പിന്നെ ഒരു ബൈൻഡിങ് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴേ എനിക്കുണ്ടാവുന്ന പ്രശ്നം, ഞാൻ പോകുമ്പോൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും വാങ്ങിക്കൂല്ല. എന്ന് അവിടെ കണ്ട ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കും ചെയ്യും. അപ്പോഴേക്കും ഇതിന്റെ ക്യാപ്പ് കിട്ടിയിട്ടോ. പിന്നെ വീട്ടിലെത്തുമ്പോഴായിരിക്കും ഓർമ്മ വരിക, അയ്യോ അത് വാങ്ങിച്ചില്ലല്ലോ, ഇത് വാങ്ങിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ഒരു ആവശ്യമില്ലാതെ എടുത്ത സാധനമാണ് ഇത്. ഇതെങ്കിലും ഒരു യൂസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇനിയിപ്പോ എന്തെങ്കിലും യൂസ് വന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂസ് കണ്ടുപിടിക്കണം. ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോഴല്ലേ നമ്മൾ ഓരോന്നിന്റെ യൂസ് മനസ്സിലാക്കുക. മെയിനായിട്ട് പോണ വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഗമ്മ് വാങ്ങിക്കണം, ഗമ്മ് കഴിയാറായില്ലോ എന്നാണ്. അവിടെ എത്തിയപ്പോ കൃത്യമായിട്ട് ഞാൻ ഗമ്മ് വാങ്ങിക്കാൻ മറന്നു. ഗമ്മ് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പിന്നെ മറക്കാതെ വാങ്ങിച്ച ഒരു സാധനമാണ് ഈ ബുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു ഞാൻ മറന്നിട്ടുണ്ടായിരുന്നത്. പ്രാവശ്യം എന്തായാലും അതോർത്ത് വാങ്ങിച്ചു. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് കഴിഞ്ഞ ഷോപ്പിങ്ങിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഇപ്പൊ 1K ആവാറായി. എന്തായാലും ആവട്ടെ, ആയിട്ട് വേണം നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഗീവ് അവേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇപ്രാവശ്യം വാങ്ങിക്കാതിരുന്നത് ആകെ തിരക്ക് പിടിച്ചാണ് പോയി വന്നത്. പിന്നെ തോന്നി 1K ആവാറായിട്ടല്ലേ ഉള്ളൂ, ആവട്ടെ, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് പോയി വാങ്ങിക്കാന്ന്. പേയും സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൂടുതലായിട്ടും ജേർണലിങ്ങും ക്ലേ ക്രാഫ്റ്റും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ബൈ.